വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ തീം ബേസ്ഡ് ഹിസ്റ്ററി അനാലിസിസിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർട്സും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഏൻഷ്യന്റ് ഇന്ത്യ അതുപോലെ തന്നെ മിഡീവൽ ഇന്ത്യൻ ടേംസുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ UPSC ഫേവറേറ്റ്സ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട മിഡീവൽ ഇന്ത്യൻ ഡൈനാസ്റ്റീസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഇംപീരിയൽ ചോളാസും രണ്ടാമത്തത് വിജയനഗര എംപയറും. ഈ രണ്ട് ഡൈനാസ്റ്റികളെ കുറിച്ചിട്ട് അവരുടെ ടെറിട്ടോറിയൽ എക്സ്റ്റെന്റ്, അതുപോലെ തന്നെ ആ ഒരു ഡൈനാസ്റ്റീസിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കിങ്സ്, അവരുടെ ടൈമിലെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക്കാണ് ഇന്നത്തെ ടോപ്പിക്ക് ഇംപീരിയൽ ചോളാസ്. ഇംപീരിയൽ ചോളാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൻഷ്യന്റ് ഇന്ത്യൻ ചോളാസ് അല്ലാണ്. ആക്ച്വലി എന്താണിത്, നമ്മുടെ മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇംപീരിയൽ ചോളാസ് ആണ്. വിജയാലയ ഫൗണ്ടർ ആയിട്ടുള്ള പൊന്നിയിൻ സെൽവൻ സിനിമ നമ്മൾ കണ്ടിട്ടില്ലേ തമിഴില്, അതിന്റെ ആ ഒരു സിനിമയിൽ കാണിക്കുന്ന ചോളാസ്, ഈ ഒരു ചോളാസിന്റെ ബേസിസിലാണ് ആ ഒരു സിനിമ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് UPSC ഇതിനു മുമ്പ് ഈ ഒരു ചോള എംപയറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ, വിത്ത് റെഫറൻസ് ടു ദ ചോള അഡ്മിനിസ്ട്രേഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ചോള കിങ്സ് വെയർ അസിസ്റ്റഡ് ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കോൾഡ് ഉപാരിക മഹാസന്ധി. ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ദ വില്ലേജ് അസംബ്ലീസ് അണ്ടർ ദ ചോളാസ് ഹാഡ് കൺസിഡറബിൾ ഓട്ടോണമി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ ചോളാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ഡീറ്റെയിൽഡ് സർവേ ഓഫ് ലാൻഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ലാൻഡ് റവന്യൂ റെക്കോർഡ്സ്. ഇതും ശരിയാണ്. ഇതിൽ 2 and 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ക്രിപ്ഷൻസ് ഗീവ്സ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫംഗ്ഷനിങ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അണ്ടർ ദ ചോളാസ്. ഈ ചോളാസിന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അതിനെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ ഏതാണെന്നുള്ളതാണ്. ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ചോള എറ ഇൻസ്ക്രിപ്ഷൻ ആണ്. ഫൗണ്ട് ഓൺ ദ വാൾസ് ഓഫ് വൈകുണ്ഠ പെരുമാൾ ടെമ്പിൾ ഇൻ കാഞ്ചീപുരം, തമിഴ്നാട്ടിലാണ്. ഇതെന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ ഫംഗ്ഷനിങ് ഓഫ് ദ വില്ലേജ് അസംബ്ലി സഭ ഡ്യൂറിംഗ് ദ ചോള എംപയർ. അതായത് ആ ഒരു സമയത്തെ ലോക്കൽ ഗവേണൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സെൽഫ് ഗവേണൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഔട്ട്ലൈൻസ് ദ സെലക്ഷൻ പ്രോസസ്, ക്വാളിഫിക്കേഷൻസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് മെമ്പേഴ്സ്, ഷോകേസിംഗ് എ റിലേറ്റീവ്ലി ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ആ ഒരു സമയത്ത് ആ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വളരെ ഡെമോക്രാറ്റിക് ആണെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനിലും പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു സഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, അതെങ്ങനെയായിരുന്നു ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊക്കെയായിരുന്നു ആ ഒരു ഇൻസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു ദിവസം നമുക്ക് നോക്കാം. രാജേന്ദ്ര ചോള ഫസ്റ്റ് ഈസ് നോൺ ഫോർ. അതായത് ചോള സാമ്രാജ്യത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് റൂളർ ആണ് ആര്? രാജേന്ദ്ര ചോള ഫസ്റ്റ് എന്ന് പറയുന്നത്. ചോള സാമ്രാജ്യത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് റൂളർ ആയിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? രാജേന്ദ്ര ചോളയെ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നേവൽ എക്സ്പെഡിഷൻസ് ടു സൗത്ത് ഈസ്റ്റ് ഇന്ത്യ, അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് ദ ക്യാപിറ്റൽ ടു ഗംഗൈകൊണ്ട ചോളാപുരം. ആക്ച്വലി ഇതിൽ എന്താണ്? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1 and 2 എന്താണ്? ശരിയാണ്. ഓക്കെ, ചോള എംപയറിലെ പ്രധാനപ്പെട്ട ഒരു കിങ് ആയിട്ടുള്ള രാജേന്ദ്ര ചോള ഫസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത്. 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. ഇത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. നേവൽ എക്സ്പെഡിഷൻസ് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഷിഫ്റ്റിംഗ് ദ ക്യാപിറ്റൽ ടു ഗംഗൈകൊണ്ട ചോളാപുരം, കോൺക്വറിംഗ് പാർട്സ് ഓഫ് ദ ഗാജറ്റിക് പ്ലെയിൻസ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? രാജേന്ദ്ര ചോളയെ കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെയർ മേജർ പോർട്സ് ഡ്യൂറിംഗ് ദ ചോള എംപയർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർട്സിനെ കൊടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. കാവേരിപട്ടണം, നാഗപട്ടണം, മാമല്ലപുരം, പുഹാർ. ഇതിനകത്ത് മാമല്ലപുരം വരില്ല. 1, 2 and 4 അതാണ് ഇതിനകത്ത് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഇതാണ് ചോള എറയിലെ പോർട്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട പോർട്സ് നോക്കുകയാണെങ്കിൽ അരിക്കമേർ അല്ലെങ്കിൽ പൊതുകി അല്ലെങ്കിൽ പോണ്ടിശ്ശേരി എന്ന് നമ്മൾ പറയും. പിന്നെ വരുന്നതാണ് കാവേരിപട്ടണം, അതുപോലെ തന്നെ അലഗൻകുളം, കൂർക്കൈ, കുമാരിയാണ് ആക്ച്വലി ഇന്നത്തെ കന്യാകുമാരി എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ് മുച്ചിരി, പിന്നെ ടിൻഡിസ്. ഓക്കെ, ഇത്രയുമാണ് ചോള എറയിലെ പ്രധാനപ്പെട്ട പോർട്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ചോള എംപയറിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ, ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ബിറ്റ്വീൻ പെണ്ണാർ റിവർ ആൻഡ് വേളാർ റിവർ. നമ്മൾ മോഡേൺ ഡേ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ. ഓക്കെ, ദേ ഓൾസോ റൂൾഡ് ടെറിട്ടറീസ് ദാറ്റ് എക്സ്റ്റെൻഡഡ് ഫ്രം മോഡേൺ ഡേ സദേൺ ആന്ധ്രാപ്രദേശ് ടു തമിഴ്നാടു. അതുപോലെ തന്നെ അവരുടെ ഇൻഫ്ലുവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദെയർ കൺട്രോൾഡ് ഏരിയ ബിക്കെയിം നോൺ ആസ് ചോളമണ്ഡലം. ഈ ചോളമണ്ഡലം എന്നുള്ള കൺസെപ്റ്റിൽ നിന്നുമാണ് ആക്ച്വലി തമിഴ്നാടിന്, നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റ്, തമിഴ്നാട് മുതൽ ഒഡീഷ കോസ്റ്റിന് താഴെ വരെയുള്ള ആ ഒരു റീജിയനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? കോറമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോറമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഏർലി ചോള എംപയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ക്യാപിറ്റല് ഉറയൂരായിരുന്നു. മോഡേൺ ഡേയിൽ
തിരുച്ചിറപ്പള്ളിയാണ്. സിറ്റി ഫെയിംഡ് ഫോർ ഇറ്റ്സ് കോട്ടൺ ട്രേഡ് വിച്ച് ബൂസ്റ്റഡ് ദെയർ എക്കോണമി ആൻഡ് സ്ട്രെങ്തൻഡ് ദെയർ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ സൗത്ത് ഇന്ത്യ. ഈ ചോളന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് നോക്കുകയാണെങ്കിൽ അത് കോട്ടൺ ട്രേഡ് ആയിരുന്നു. ഈ കോട്ടൺ ട്രേഡ് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, അവരുടെ എക്കണോമിക് ആസ്പെക്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ട്രേഡ് വെൽത്ത് ആൻഡ് പൊളിറ്റിക്കൽ ഡോമിനൻസ് അലൗഡ് ദ early ചോളാസ് ടു മെയിൻറ്റെയിൻ എ പവർഫുൾ ആൻഡ് വെൽ സ്ട്രക്ചേർഡ് കിങ്ഡം. ഇപ്പം ട്രേഡ് എടുത്ത് നോക്കുവാണെങ്കിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഡോമിനൻസ് എടുത്ത് നോക്കുവാണെങ്കിലും മിലിറ്ററിയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിലും അതുപോലെ തന്നെ നേവൽ ഫോഴ്സ് എടുത്ത് നോക്കുവാണെങ്കിലും ചോള എംപയർ ആയിരുന്നു ആ ഒരു ടൈമിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ നേവൽ ഫോഴ്സ് ഇൻ ദ ഇന്ത്യൻ ഓഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അതൊക്കെ കൊണ്ടും കൂടെ അവരെന്ത് ചെയ്തു, അവര് ഒരു പവർഫുള്ളും വെൽ സ്ട്രക്ചേർഡും ആയിട്ടുള്ള ഒരു കിങ്ഡം മെയിൻറ്റെയിൻ ചെയ്തു. ഈ ചോള എംപയറിന്റെ ഫൗണ്ടർ ആരാണെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഒറിജിനലി എ ഫ്യൂഡൽ ലോഡ് അണ്ടർ പല്ലവാസ്, പല്ലവാസിന്റെ കീഴിലെ ഒരു ഫ്യൂഡൽ ലോഡ് ആയിരുന്ന വിജയാലയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചോള എംപയറിന്റെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 9th century, അതായത് ഏകദേശം 850 CE അല്ലെങ്കിൽ നമ്മൾ AD എന്നും പറയും. ഓക്കെ, 850 AD യിലാണ് ചോള സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ക്യാപ്ചറിംഗ് സിറ്റി ഓഫ് തഞ്ചാവൂർ ഫ്രം മുത്തറയർ റൂളേഴ്സ് അറൌണ്ട് 850 CE. ഇനി ചോള എംപയർ നെക്സ്റ്റിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ചോള എംപയറിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്നത്തെ ശ്രീലങ്കയും അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളമൊക്കെ അടങ്ങുന്ന ആ ഒരു റീജിയൻ ആണ് ഈ ഒരു ചോള എംപയറിന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ അവരുടെ ഒരു ടോട്ടൽ ഇൻഫ്ലുവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ടെറിട്ടറി ആയിട്ട് നമ്മൾ ഇത്രയും ഏരിയ ആണ് പറയുന്നത്. പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ ഈ കോസ്റ്റൽ ഏരിയ ഫുൾ അവർ എന്ത് ചെയ്തിരുന്നു, അവര് ഇൻഫ്ലുവൻസ് ചെലുത്തിയിരുന്നു. മലയൻ പെനിൻസുല, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, അതുപോലെ തന്നെ ജാവ ഐലൻഡ്, സുമാത്ര ഐലൻഡ്, ഇന്തോനേഷ്യന്റെ കുറച്ച് ആ ഒരു കോസ്റ്റൽ പോർഷൻസ് അവിടെയൊക്കെ എന്ത് ചെയ്തിരുന്നു, ഈ ഒരു ചോള സാമ്രാജ്യം അവരുടെ ഇൻഫ്ലുവൻസ് ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ചോള സാമ്രാജ്യത്തെ നമ്മൾ ആ ഒരു ടൈമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ഡൈനാസ്റ്റി ആയിട്ട് നമ്മൾ കാണുന്നതും. ഇനി ഈ ഒരു ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് റൂളേഴ്സ് അല്ലെങ്കിൽ കിങ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഈ കരികാല ചോള ആക്ച്വലി നമ്മൾ പറയുന്നത് കരികാല ചോള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ മിഡീവൽ ഇന്ത്യൻ ചോളയല്ല ആക്ച്വലി കരികാല ചോള എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ചോള എംപയറിലുള്ളതാണ്. ഫസ്റ്റ് ചോള എംപയർ എന്നൊക്കെ നമ്മൾ പറയും. സംഘകാലഘട്ടത്തിലെ ചോള എംപയറിലെ പ്രധാനപ്പെട്ട കിങ് ആയിരുന്നു ആര്, കരികാല ചോള എന്ന് പറയുന്നത്. ഓക്കെ, ഏർലി ചോള പീരീഡ് മുതൽ 2nd century AD ആ ഒരു ടൈമിൽ ബൗണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ചോള എംപയറിലെ പ്രധാനപ്പെട്ട കിങ് ആയിരുന്നു ആര്, കരികാല ചോള എന്ന് പറയുന്നത്. ഹി ഈസ് ക്രെഡിറ്റഡ് വിത്ത് എസ്റ്റാബ്ലിഷിംഗ് പുഹാർ പട്ടണം അല്ലെങ്കിൽ കാവേരി പട്ടണം സ്ഥാപിച്ചതാരാണ്, ഈ കരികാല ചോളയാണ്. അതൊരു മേജർ ട്രേഡിംഗ് പോർട്ടാക്കി മാറ്റുന്നതും കരികാല ചോളയാണ്. അതുപോലെ തന്നെ ഒരു എക്സ്റ്റെൻസീവ് എംബാങ്ക്മെന്റ് അല്ലെങ്കിൽ ഒരു ഡാം കെട്ടുന്നുണ്ട് കാവേരി നദിക്ക് കുറുകെയാണ്. ആ ഒരു ഡാമിന്റെ പേരാണെന്ത്, കല്ലണை. കല്ലണയാണ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡാംസ് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി കരികാലയുടെ മിലിറ്ററി സക്സസ് പറയുവാണെങ്കിൽ ബാറ്റിൽ ഓഫ് വെണ്ണിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബാറ്റിൽ ഓഫ് വെണ്ണിയിൽ ഈ കരികാല ചോള എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് 11 ഫ്യൂഡേറ്ററിമാരുടെ ഒരു അലയൻസ് ഉണ്ട്. ആ അലയൻസിനെ തോൽപ്പിച്ചിട്ടാണ് കരികാല ചോള എന്ത് ചെയ്യുന്നത്, ആ സമയത്തെ ഒരു പ്രധാനപ്പെട്ട കിങ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അണ്ടർ ഹിസ് റൂൾ ചോള നേവി ബിക്കെയിം മേജർ പവർ ബൂസ്റ്റിംഗ് മാരിടൈം ട്രേഡ്. ചോള നേവി ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ചോള എംപയറിന്റെ സമയത്ത് തന്നെ കരികാല ചോളന്റെ കീഴിലാണ് ചോള നേവി എന്ത് ചെയ്യുന്നത്, ഒരു ഇന്ത്യൻ ഓഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേവൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. ഇനിയാണ് നമ്മൾ മിഡീവൽ ഇന്ത്യൻ ചോളേഴ്സിലേക്ക് അല്ലെങ്കിൽ ഇംപീരിയൽ ചോളാസിലേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് അതിന്റെ ഫൗണ്ടറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആരാണ്, വിജയാലയ ചോളയാണ്. നമ്മൾ പറഞ്ഞിരുന്നു 850 CE-യിലാണ് വരുന്നത്. ഫൗണ്ടർ ഓഫ് ദ ഇംപീരിയൽ ചോള ഡൈനാസ്റ്റി മാർക്കിംഗ് ദ റിസർജൻസ് ഓഫ് ദ ചോള എംപയർ ഇൻ 9th century. ഓക്കെ, വിജയാലയ captured തഞ്ചോർ ഫ്രം ദ മുത്തറയർസ് ആൻഡ് മേഡ് ഇറ്റ് ദ ന്യൂ ചോള ക്യാപിറ്റൽ. ഇനി അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട റൂളറാണ് ആദിത്യ 1 871 AD to 907 AD. Aditya I succeeded his father Vijayalaya, expanded the Chola territory significantly by defeating the Pallavas. Okay, he annexed Pallava territories, ending their influence and laid the groundwork for Chola supremacy in South India. ചോളന്മാരുടെ ഒരു സുപ്രീമസി സൗത്ത് ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന റൂളറാണ് ആദിത്യ ഫസ്റ്റ്. ഇനി ആദിത്യ വൺസ് മിലിറ്ററി സക്സസ് paved the way for the reign of his son Parantaka ഫസ്റ്റ്. ഈ ആദിത്യ ഫസ്റ്റിന്റെ മകനാണ് പരന്തക ഫസ്റ്റ്. പരന്തക ഫസ്റ്റ് ആണ് ചോള ഡൈനാസ്റ്റിയിലെ അടുത്ത പ്രധാനപ്പെട്ട റൂളറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 907 AD to 955 AD ആണ് പരന്തക ഫസ്റ്റിന്റെ ഒരു റെയിനിന്റെ കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പരന്തക ഫസ്റ്റ് എക്സ്പാൻഡഡ് ദ ചോള എംപയർ ബൈ അനക്സിംഗ് ദ പാണ്ഡ്യ ടെറിട്ടറീസ് ആൻഡ് പുഷിംഗ് ദ എംപയർ ഫ്രണ്ടിയേഴ്സ് ടു ദ നോർത്തേൺ റീജിയൻസ് ഓഫ് ശ്രീലങ്ക. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഹിസ് റൂൾ ഓവർ സൗത്ത് ഇന്ത്യ, മേക്കിംഗ് ദ ചോള എംപയർ വൺ ഓഫ് ദ മോസ്റ്റ് ഡോമിനന്റ് പവേഴ്സ് ഇൻ ദ
റീജിയൻ. ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സൗത്ത് ഇന്ത്യയിൽ ഇദ്ദേഹത്തിന്റെ ഫുട് ഹോൾഡ് സ്ട്രോങ് ആക്കി. അതുപോലെ തന്നെ ശ്രീലങ്കയും എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചെടുക്കുന്നുണ്ട്. ഹിസ് റെയിൻ സോ എ ഫോക്കസ് ഓൺ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ആൻഡ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ. പരന്തക ഫസ്റ്റിന്റെ ടൈമിലാണ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ടെമ്പിൾ കൺസ്ട്രക്ഷനും അതിന്റെ ഒരു ജനത്തിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട റൂളറാണ് ആര്, രാജരാജ ഫസ്റ്റ്. 985 AD to 1014 AD ആണ് രാജരാജ ഫസ്റ്റിന്റെ റെയിൻ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, രാജരാജ ഫസ്റ്റ് വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൂളർ, expanded the empire's borders significantly, conquering territories in സൗത്ത് ഇന്ത്യ കോൺക്വർ ചെയ്തിട്ടുണ്ട്, ശ്രീലങ്ക കോൺക്വർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാൽദീവ്സ്, അതുപോലെ തന്നെ ചോള എംപയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാരിടൈം പവർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്, രാജരാജ ഫസ്റ്റ് ആണ്. ഇറ്റ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഹൈലി എഫിഷ്യന്റ് വിത്ത് വെൽ ഓർഗനൈസ്ഡ് ബ്യൂറോക്രസി ആൻഡ് സ്ട്രോങ് നേവൽ ഫ്ലീറ്റ്. രാജരാജ ഫസ്റ്റ് എന്നാണ് ഓൾസോ നോൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, particularly the construction of the ബൃഹദീശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ. നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ വൺ ഓഫ് ദ ടെമ്പിൾ ആണ്, ദ ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസിൽ ഒന്നാണ് ഇത് ബൃഹദീശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്, തഞ്ചാവൂരിലുള്ളത്. അത് കൺസ്ട്രക്ട് ചെയ്ത ആരാണ്, രാജരാജ ഫസ്റ്റ് ആണ്. ഓക്കെ, ഈ രാജരാജ ഫസ്റ്റ് ആണ് ആക്ച്വലി നമ്മൾ പൊന്നിയിൻ സെൽവൻ സിനിമ കാണുവാണെങ്കിൽ അതിൻ്റെ അത് ജയൻ രവിയുടെ റോൾ ഉണ്ട്, അരുൾമൊഴിവർമ്മൻ. ഈ അരുൾമൊഴിവർമ്മനാണ് ആക്ച്വലി ആര്, രാജരാജ ഫസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട റോളാണ് ആര്, രാജരാജ ഫസ്റ്റിന്റെ മകനായിട്ടുള്ള രാജേന്ദ്ര ചോള. ഹി എക്സ്റ്റെൻഡഡ് ദ എംപയർ reach further by launching successful naval expeditions to എന്താണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സ്പെസിഫിക്കലി ദ ശ്രീവിജയ എംപയർ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഈ ചോള എംപയറിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് എത്തിക്കുന്നത് ആരാണ്, രാജേന്ദ്ര ചോളയാണ്, രാജേന്ദ്ര ചോള ഫസ്റ്റ്. ഹി ഓൾസോ അനക്സ്ഡ് ടെറിട്ടറീസ് ഇൻ നോർത്തേൺ ഇന്ത്യ, മാർക്കിംഗ് ദ ഹൈറ്റ് ഓഫ് ചോള പവർ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ചോള എംപയറിന്റെ ക്യാപിറ്റലായിട്ട് പിന്നീട് മാറുന്ന ഒരു സിറ്റിയാണ് അല്ലെങ്കിൽ ടൗൺ ആണ് ഇത് ഗംഗൈകൊണ്ട ചോളാപുരം. ഈ രാജേന്ദ്ര ചോള ഫസ്റ്റ് ആണ് ഈ പുതിയ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഗംഗൈകൊണ്ട ചോളാപുരം ടെമ്പിളും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഈ ഗംഗൈകൊണ്ട ചോളാപുരം ടെമ്പിളും ഏതിൽ ഉൾപ്പെടുന്നതാണ്, ദ ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസിൽ ഉൾപ്പെടുന്നതാണ്. ഹിസ് റെയിൻ മാർക്ക്ഡ് ദ സെനിത്ത് ഓഫ് ദ ചോള എംപയർസ് നാവൽ സുപ്രീമസി ആൻഡ് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ. അടുത്ത റൂളറാണ് ആര്, രാജാധിരാജ ചോള. 1044 to 1054 AD. രാജാധിരാജ ചോള ആരുടെ മകനായിരുന്നു, രാജേന്ദ്ര ചോളയുടെ മകനായിരുന്നു. Continued the legacy of military expansion and strengthened the empire's dominance. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, he led several successful campaigns in Sri Lanka and against the Chalukyas, but was killed in battle, marking the beginning of a slow decline in the ചോള എംപയർ. ഈ രാജാധിരാജ ചോളയുടെ മരണത്തിന് ശേഷമാണ് ആക്ച്വലി ചോള എംപയർ ഒരു സ്ലോ ഡിക്ലൈനിലേക്ക് പോകുന്നത്. ചോള എംപയർ അതിന്റെ ഡിക്ലൈനിലേക്ക് പോകുന്നത്. അതിനുശേഷം വരുന്ന റൂളറാണ് ആര്, കുലോത്തുംഗ ഫസ്റ്റ്. 1070 AD to 1122 AD. കുലോത്തുംഗ ഫസ്റ്റ് എന്നാണ് നോട്ടബിൾ ഫോർ റിസ്റ്റോറിംഗ് സ്റ്റെബിലിറ്റി ഇൻ ചോള എംപയർ ആഫ്റ്റർ എ പീരീഡ് ഓഫ് പൊളിറ്റിക്കൽ ടർബുലൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, രാജാധിരാജ ചോളയുടെ മരണത്തിന് ശേഷം ഈ ചോള എംപയർ ഒരു ഡിക്ലൈനിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഈ ചോള എംപയറിനെ വീണ്ടും അതിന്റെ ഒരു ജെനിത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആരാണ്, ഈ കുലോത്തുംഗ ഫസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഹിസ് റെയിൻ സോ ദ കൺസോളിഡേഷൻ ഓഫ് ചോള അതോറിറ്റി ആൻഡ് പീസ് വിത്തിൻ ദ എംപയർ, എംഫസിസ് ദ അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് ആൻഡ് എക്കണോമിക് prosperity, maintained good relations with neighboring kingdoms and focused on trade relations with the Southeast Asia. അടുത്ത റൂളറാണ് ആര്, രാജരാജ ചോള തേർഡ്. 1216 മുതൽ 1246 AD വരെയാണ്. രാജരാജ തേർഡ്സ് റെയിൻ വിറ്റ്നസ് ഇന്ത്യയുടെ സ്ട്രൈഫ് ആൻഡ് ഇൻക്രീസിംഗ് ചലഞ്ചസ് ഫ്രം എക്സ്റ്റേണൽ ഫോഴ്സസ് സച്ച് as ഹൊയ്ശാലസ് ആൻഡ് പാണ്ഡ്യാസ്. His inability to maintain the vast empire led to the beginning of the empire's decline. ഹൊയ്ശാലാസുമായിട്ടും പാണ്ഡ്യാസുമായിട്ടും വളരെയധികം യുദ്ധങ്ങൾ അല്ലെങ്കിൽ ബാറ്റിൽസിലും സ്ട്രഗിൾസിലും ഒക്കെ ഏർപ്പെട്ടിരുന്ന ഒരു കിങ് ആയിരുന്നു രാജരാജ ചോള തേർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നതാണ് രാജേന്ദ്ര ചോള തേർഡ്. 1246 മുതൽ 1279 AD വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമായിട്ട് പറയുന്നത്. ലാസ്റ്റ് റൂളർ ഓഫ് ചോള ഡൈനാസ്റ്റി എന്ന് നമ്മൾ പറയുന്ന ആരെയാണ്, രാജേന്ദ്ര ചോള തേർഡിനെയാണ്. ഹിസ് റെയിൻ മാർക്ക്ഡ് ദ ഫൈനൽ ഫേസ് ഓഫ് ചോള എംപയർ, ഫേസ്ഡ് സിഗ്നിഫിക്കന്റ് പ്രഷർ ഫ്രം ദ പാണ്ഡ്യാസ്. ദ എംപയർ ഫൈനലി കൊളാപ്സ്ഡ് ഡ്യൂറിംഗ് ഹിസ് റെയിൻ വിത്ത് ദ പാണ്ഡ്യാസ് എമർജിംഗ് ആസ് ദ ഡോമിനന്റ് പവർ ഇൻ സൗത്ത് ഇന്ത്യ. നിങ്ങൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒന്ന് രാജേന്ദ്ര ചോളയാണ് അവസാനത്തെ ചോള റൂളറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, രാജേന്ദ്ര ചോള തേർഡിനെ. ഓക്കെ, ഇനി ഈ ചോളാസിനെ സക്സീഡ് ചെയ്ത് സൗത്ത് ഇന്ത്യയിൽ അടുത്ത ഡോമിനന്റ് പവർ ആയിട്ട് വരുന്നത് ആരാണ്, പാണ്ഡ്യാസ് ആണ്. മാറിപ്പോകരുത്, മേ ബി UPS നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡൈനാസ്റ്റിയുടെ പേരൊക്കെ തന്നിട്ട് ചോദിക്കും, ബട്ട് മാറിപ്പോകരുത്. പാണ്ഡ്യാസ് ആണ് ആരെ സക്സീഡ് ചെയ്യുന്നത്, ചോളാസിനെ സക്സീഡ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിൽ. ഓക്കെ, ഇനി പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ള മറ്റൊരു കാര്യം എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ്
ചോള കിങ്ഡം ആണ്. മുഗൾ എംപയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആക്ച്വലി ആ ഒരു കൺട്രി ലെവൽ ടു അല്ലെങ്കിൽ കിങ്ങിന്റെ അവിടെയുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് മുതൽ താഴെ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ വരെയുള്ളതിന്റെ ഡിവിഷൻസ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ UPSC എന്ത് ചെയ്തിരുന്നു, എക്സാമിന് ചോദിച്ചിരുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് നമ്മൾ പഠിച്ചിരിക്കണം. ചോള എംപയർ വാസ് ഡിവൈഡഡ് ഇൻടു വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ്, നെയിംലി എന്താണ്, മണ്ഡലമാണ് പ്രൊവിൻസസ്. അതിന് താഴെയാണ് എന്ത് വരുന്നത്, നാഡൂസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്സ് വരുന്നത്. അതിന് താഴെ കൊട്ടംസ് അല്ലെങ്കിൽ സ്മോളർ യൂണിറ്റ്സ് വരും, അല്ലെങ്കിൽ ലാർജ് വില്ലേജസ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഈച്ച് ഗവേൺഡ് ബൈ ഒഫീഷ്യൽസ് അപ്പോയിന്റഡ് ബൈ ദ കിങ്. ഇതാണ് ചോള എംപയറിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ചോള എംപയർ എന്താണ്, ഹൈലി ഓർഗനൈസ്ഡ് ആയിരുന്നു, എഫിഷ്യന്റ് ആയിരുന്നു, സ്ട്രോങ് സെൻട്രൽ അതോറിറ്റി അണ്ടർ ദ കിങ് ഹു വാസ് കൺസിഡേർഡ് ദ സുപ്രീം റൂളർ. ഇതായിരുന്നു ചോള എംപയറിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം ചോള എംപയറുമായിട്ട് ബന്ധപ്പെട്ട് ചോള എംപയർ, അതിന്റെ എക്സ്റ്റെന്റ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റൂളേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നമ്മൾ നോക്കി, പോർട്സ് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, വിജയനഗര എംപയർ ആണ്. ഓക്കെ, വിജയനഗര എംപയർ. വിജയനഗര എംപയറിനെ കുറിച്ച് ഇതിന് മുമ്പ് എന്തിട്ടുണ്ട്, UPSC വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ടോപ്പിക് ആണ് വിജയനഗര എംപയർ. വിജയനഗര എംപയറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഓഫ് ദ ഫോളോയിങ് ഫൗണ്ടഡ് എ ന്യൂ സിറ്റി ഓൺ ദ സൗത്ത് ബാങ്ക് ഓഫ് എ ട്രിബ്യൂട്ടറി ടു റിവർ കൃഷ്ണ ആൻഡ് അണ്ടർടുക്ക് ടു റൂൾ ഹിസ് ന്യൂ കിങ്ഡം ആസ് ദ ഏജന്റ് ഓഫ് എ deity to whom all the land south of the river Krishna was supposed to belong? ഇതിന്റെ ആൻസർ വരുന്ന ആരാണ്, ഹരിഹര ഫസ്റ്റ് ആണ്. ഹരിഹര ഫസ്റ്റും ബുക്കയുമാണ് ആക്ച്വലി വിജയനഗര എംപയറിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 2, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, റിഗാർഡിംഗ് ദ ടാക്സേഷൻ സിസ്റ്റം ഓഫ് കൃഷ്ണദേവരായ, ദ റൂളർ ഓഫ് വിജയനഗർ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The tax rate on land was fixed depending on the quality of the land. Private owners of workshop paid and industries tax ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ആൻസർ സി ആണ്, ബോത്ത് 1 and 2 കറക്റ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ 2 ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, വിജയനഗര റൂളേഴ്സ് ഫോളോഡ് ആൻഡ് ഒപ്രസീവ് ടാക്സേഷൻ പോളിസി ആയിരുന്നു. പ്രോസ്പെരിറ്റി ഓഫ് ദ എംപയർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ത്രൂ ദെയർ ടാക്സേഷൻ പ്രിൻസിപ്പിൾസ് ഇൻ ഫോളോയിങ് ലൈൻസ്. അത് നമ്മളിങ്ങനെ പറയാൻ പറ്റും. ഏതൊക്കെ ടൈപ്പ് ടാക്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ലാൻഡ് എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലാൻഡ് എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്, ബ്രാഹ്മദേയ വില്ലേജസ്, ദേവദാന വില്ലേജസ്, മതപുര വില്ലേജസ്, അതുപോലെ തന്നെ സർവമാന്യ വില്ലേജസ്, പിന്നെ കൊടകി ലാൻഡ്സ്, അതുപോലെ തന്നെ രക്തകൊടകൽ ലാൻഡ്സ്, ഗുട്ടകി ലാൻഡ്സ്, പിന്നെ ദ റെസ്റ്റ് ഓഫ് ദ വില്ലേജസ് ഓർ ലാൻഡ്സ്. ഇതായിരുന്നു ഈ ആ ഒരു ലാൻഡിന്റെ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് 4 ടൈപ്സ് പ്രിവെയിൽഡ് പ്രയർ ടു ദ വിജയനഗര ടൈംസ്. വിജയനഗര എംപയറിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ പറഞ്ഞ 4 ടൈപ്പ് ഓഫ് ലാൻഡ് കാറ്റഗറൈസേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അനദർ കാറ്റഗറി ഓഫ് ലാൻഡ് റൈറ്റ് ത്രൂ വിച്ച് ഇൻകം വാസ് ഡെറിവേഡ് വാസ് റിസൾട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇറിഗേഷൻ. ഇറിഗേഷനിലെ ഇൻവെസ്റ്റ്മെന്റിലൂടെയാണ്. അതിനെ പറയുന്ന പേരായിരുന്നു എന്ത് ദാസവന്ത ഇൻ തമിഴ് കൺട്രി ആൻഡ് കട്ടുകൊടകെ ഇൻ ആന്ധ്ര ആൻഡ് കർണാടക. ഇനി ഇതിന്റെ നമ്മൾ സ്പെഷ്യാലിറ്റി എന്താന്ന് നോക്കുവാണെങ്കിൽ, ദിസ് കൈൻഡ് ഓഫ് അഗ്രിയറിയൻ ആക്ടിവിറ്റി കൺസേണിംഗ് ഇറിഗേഷൻ വാസ് അണ്ടർടേക്കൺ ഇൻ സെമി ഡ്രൈ ഏരിയാസ് വെയർ hydrographic and topographic features were conducive for carrying out developmental projects. ഡെവലപ്മെന്റൽ പ്രൊജക്ട്സ് വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയാസിലാണ് ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ട് ഗവൺമെന്റ് ആ ഒരു ടാക്സ് ജനങ്ങളുടെ അടുത്ത് നിന്നും മേടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ദ ദാസവന്ത ഓർ കട്ടുകൊടകെ വാസ് എ ഷെയർ ഇൻ ദ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലാൻഡ് ഏൺഡ് ബൈ പേഴ്സൺ ഹു അണ്ടർടുക്ക് സച്ച് ഡെവലപ്മെന്റൽ വർക്ക്. ഇപ്പൊ ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു വാട്ടർ ചാനൽ കൺസ്ട്രക്ട് ചെയ്തു, അതിലൂടെ എന്ത് ചെയ്യുന്നു, ഇറിഗേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഫലഭൂയിഷ്ടി എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വർദ്ധിപ്പിച്ച് കിട്ടുന്ന വിളവിൽ നിന്നും കൂടുതലായിട്ട് വിളവ് കിട്ടി, അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, അതിൽ നിന്നും ഒരു ഷെയർ ടാക്സ് ആയിട്ട് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദാസവന്ത അല്ലെങ്കിൽ കട്ടുകൊടക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോർഷൻ ഓഫ് ഇൻകം അക്വയറിംഗ് ഫ്രം ദ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓൾസോ വെന്റ് ടു ദ കൾട്ടിവേറ്റേഴ്സ് ഓഫ് ദ വില്ലേജ് വെയർ ദ ഡെവലപ്മെന്റ് വർക്ക്സ് വാസ് അണ്ടർടേക്കൺ. ഇനി ബിസൈഡ്സ് ലാൻഡ് ടാക്സ് മെനി പ്രൊഫഷണൽ ടാക്സ്, പലതരത്തിലുള്ള പ്രൊഫഷണൽ ടാക്സുകളും ഈ വിജയനഗര എംപയറിൽ ഉണ്ടായിരുന്നു. ആരുടെയൊക്കെ മേലെയാണ്, imposed upon shopkeepers, farm servants, shepherds, laundrymen, porters, shoemakers, musicians, etc. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്ത് ചെയ്യുമായിരുന്നു, ഗവൺമെന്റ് ടാക്സ് പിരിക്കുമായിരുന്നു. There was also tax on property, grazing and house taxes were also imposed. Villages were also supposed to pay for the maintenance of the village office. അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും ഗവൺമെന്റ് എന്ത് ചെയ്തിരുന്നു, ടാക്സ് പിരിച്ചിരുന്നു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു പോർച്ചുഗീസ് റൈറ്റർ ന്യൂനീസ്, ദ വുമൺ ഇൻ വിജയനഗര എംപയർ വെർ എക്സ്പേർട്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ്. എന്തിലൊക്കെയായിരുന്നു വുമൺ എക്സ്പേർട്ട് ആയിരുന്നത്, വുമൺ എംപവർമെന്റ് എങ്ങനെയായിരുന്നു, വുമന്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. റെസ്ലിംഗിൽ ഉണ്ടായിരുന്നു, ആസ്ട്രോളജിയിൽ ഉണ്ടായിരുന്നു,
അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സൂത്ത് സെയിങ്ങിൽ ഉണ്ടായിരുന്നു. ഇതിൽ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, എല്ലാം ശരിയാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് നോക്കാം. ഫെർണാണ്ടോ ലൂയിസ്, പോർച്ചുഗീസ് ട്രാവലർ, വിസിറ്റഡ് ദ എംപയർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അച്യുതദേവരായ 1529 to 1542. നമ്മൾ നോക്കും അച്യുതദേവരായൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ നോക്കും. എംപറർ ഓഫ് വിജയനഗര എംപയർ ആയിരുന്നു. ഓക്കെ, കൃഷ്ണദേവരായനെ സക്സീഡ് ചെയ്ത വ്യക്തിയാണ്. Okay, according to Fernando Nunes, a large number of women were employed in royal palaces as dancers, domestic servants and palanquin bearers. Okay, there were also നമ്മൾ പറയുന്ന ആരൊക്കെയായിരുന്നു? റെസ്ലേഴ്സ് ഉണ്ടായിരുന്നു, ആസ്ട്രോളജേഴ്സ് ഉണ്ടായിരുന്നു, സൂത്ത് സേയേഴ്സ് ഉണ്ടായിരുന്നു. among them അതുപോലെ തന്നെ some women were also appointed as accountants, judges, bailiffs and watchwomen. അങ്ങനെ പല മേഖലകളിലും നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം എല്ലാ മേഖലകളിലും വിമന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 4. Who among the following rulers of Vijayanagara Empire constructed a large dam across the Tungabhadra river and a canal cum aqueduct several kilometers long from the river to the capital city? ആരാണ് ഇത് ചെയ്തത്? ക്വസ്റ്റ്യൻ 4ന്റെ ആൻസർ നമുക്ക് നോക്കാം. ആരായിരുന്നു? ദേവരായ ഫസ്റ്റ് ആണ്. ഇൻ അറൌണ്ട് 1410 AD got a barrage constructed across Tungabhadra river and commissioned a 24 kilometer long aqueduct from the Tungabhadra river to the capital. The account provided by Nunes, നമ്മൾ നേരത്തെ പറഞ്ഞ ഫെർണാണ്ടോ നുനീസ് ആണ്, gives details of the Portuguese projects undertaken. The account provided by Nunes, നമ്മൾ നേരത്തെ പറഞ്ഞ ഫെർണാണ്ടോ നുനീസ് ആണ്, gives details of the projects undertaken by ദേവരായ ഫസ്റ്റ് that brought prosperity to the kingdom. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 5. Who of the following rulers of medieval India gave permission to the Portuguese to build a fort at Bhatkal? ഇതിന്റെ ആൻസർ ആരാണ്? കൃഷ്ണദേവരായയാണ്. The most prominent among വിജയനഗര എംപയർ. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ UPSC വിജയനഗര എംപയറിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയനഗര എംപയർ എന്താണ് UPSCയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്കും വൺ ഓഫ് ദ മോസ്റ്റ് ഹോട്ട് ടോപ്പിക് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ക്വസ്റ്റ്യൻ 5ന്റെ ആൻസർ നമ്മൾ നോക്കുവാണെങ്കിൽ ആക്ച്വലി കൃഷ്ണദേവരായാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫോർട്ട് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അനുവാദം പോർച്ചുഗീസുകാർക്ക് കൊടുക്കുന്നത്. ഹി മെയിൻറ്റെയിൻ ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് പോർച്ചുഗീസ് ഓൺ ആൽബുക്കർക്ക് റിക്വസ്റ്റ്. നമ്മുടെ പോർച്ചുഗീസ് ഗവർണർ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആൽബുക്കർക്കിന്റെ റിക്വസ്റ്റിൽ കൃഷ്ണദേവരായ പെർമിറ്റഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ഫോർട്ട് അറ്റ് ഭട്കൽ. സിമിലർലി ദ പോർച്ചുഗീസ് സോൾജേഴ്സ് പ്ലേഡ് എ റീസണബിൾ റോൾ ഇൻ കൃഷ്ണദേവരായ സക്സസ് അഗൈൻസ്റ്റ് ദ ഇസ്മായിൽ ആദിൽ ഖാൻ ഓഫ് ബിജാപൂർ. ആക്ച്വലി എന്താണ്, ഈ ഡെക്കാൻ സുൽത്തനേറ്റ്സുമായിട്ട് വിജയനഗര എംപയറിന് വളരെ കാലത്തെ നീണ്ട കാലത്തെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അത് അവസാനിക്കുന്നത് ബാറ്റിൽ ഓഫ് തളിക്കോട്ടയിലാണ്. ആക്ച്വലി അത് വിജയനഗര എംപയർ എന്ത് ചെയ്യും, ഡിഫീറ്റ് ആവും. അങ്ങനെ വിജയനഗര എംപയർ ഡിക്ലൈനിലേക്കാണ് പോകുന്നത് ബാറ്റിൽ ഓഫ് തളിക്കോട്ടയ്ക്ക് ശേഷം. പക്ഷെ അതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോർച്ചുഗീസുകാർ മിലിറ്ററി മോഡർണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണദേവരായ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്ലി റിലേഷൻസ് ആയിരുന്നു പോർച്ചുഗീസുകാരുമായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ നമ്മൾ ഇനി എന്താണ്, നമ്മൾ വിജയനഗര എംപയറിനെ കുറിച്ചിട്ടാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിജയനഗര എംപയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ 1336 AD മുതൽ 1646 വരെയാണ് ഇവരുടെ ഭരണകാലഘട്ടമായിട്ട് പറയുന്നത്. ഇനി ഈ വിജയനഗര എംപയർ ഫൗണ്ട് ചെയ്തവരാണ്? ഫൗണ്ടഡ് ഇൻ 1336 ബൈ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്കരായ ഓഫ് ദ സംഗമ ഡൈനാസ്റ്റി ഹു വിയർ ഒറിജിനലി ഫ്യൂഡേറ്ററീസ് ഓഫ് ദ കക്കാത്തിയാസ് ഓഫ് വാറങ്കൽ. വാറങ്കലിലെ കക്കാത്തിയാസിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു ഹരിഹര ആൻഡ് ബുക്ക, സഹോദരങ്ങളായിരുന്നു. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വിജയനഗര എംപയർ സ്ഥാപിക്കുന്നത്. വിജയനഗര എംപയർ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ വിജയനഗര എംപയറിന്റെ ഈ ഒരു എക്സ്റ്റെന്റ് നമ്മൾ പറഞ്ഞിരുന്നു 1336 മുതൽ 1646 വരെ. ഇത് ആക്ച്വലി 4 ഡൈനാസ്റ്റീസിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ഏതൊക്കെയായിരുന്നു ഡൈനാസ്റ്റീസ്? സംഗമ, സലുവ, തുളുവ ആൻഡ് അരവിഡു ഡൈനാസ്റ്റീസ്. സംഗമ, സലുവ, തുളുവ ആൻഡ് അരവിഡു ഡൈനാസ്റ്റി. സംഗമ ഡൈനാസ്റ്റി 1336 മുതൽ 1485 ആണ് ഫസ്റ്റ് ഡൈനാസ്റ്റി ടു റൂൾ ഓവർ ദ വിജയനഗര എംപയർ ആണ്. ഫൗണ്ടേഴ്സ് ആരൊക്കെയായിരുന്നു? ഹരിഹര ആൻഡ് ബുക്ക ബിലോങ്ഡ് ടു this dynasty. Saluva dynasty 1485 to 1505 ആണ്. Founded by Saluva Narasimha, succeeded the Sangama dynasty. Second dynasty of the empire ആണ്. Ruled over almost the whole of South India. ഇനി തുളുവ ഡൈനാസ്റ്റി 1505 to 1570 ആണ്. Founded by Veer Narasimha, the most famous king of the Vijayanagara empire. കൃഷ്ണദേവരായ belonged to this dynasty. തുളുവ ഡൈനാസ്റ്റിയിലാണ് ആക്ച്വലി ഈ ഒരു വിജയനഗര എംപയറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളർ ആയിട്ടുള്ള കൃഷ്ണദേവരായ ബിലോങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അരവിദു ഡൈനാസ്റ്റി 1570 to 1650 AD ആണ്. Founded by തിരുമല. This was the fourth and last Hindu dynasty to rule over the Vijayanagar kingdom in the South India. ഇനി വിജയനഗര എംപയറിന്റെ എക്സ്റ്റെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് വിജയനഗര എംപയറിന്റെ എക്സ്റ്റെന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിന് അഡ്ജസന്റ് ആയിട്ടുള്ള ഏരിയാസ് നോക്കുക, അതുപോലെ തന്നെ അഡ്ജസന്റ് ആയിട്ടുള്ള കിങ്ഡംസ് നോക്കുക. ഗജപതി റൂളേഴ്സ് ഇവരുമായിട്ടും വിജയനഗര എംപയർ വളരെ കാലത്തെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെക്കാൻ സുൽത്തനേറ്റ്സ് ഏതൊക്കെയാണ്? അഹമ്മദ്നഗർ, പേരാർ, ബിഡാർ, ഗോൾക്കൊണ്ട ആൻഡ് ബിജാപൂർ. ഈ 5
സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെക്കാൻ സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഈ ഡെക്കാൻ സുൽത്താനേറ്റുമായിട്ട് ഈ വിജയനഗര എംപയർ വളരെ കാലത്ത് നീണ്ടു നിൽക്കുന്ന സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി സംഗമ ഡൈനാസ്റ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സംഗമ ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട കിങ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹരിഹര ഫസ്റ്റ്, ബുക്കരായ, ദേവരായ ആൻഡ് ദേവരായ സെക്കൻഡ്. 4 കിങ്സ് ആണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത്. ഹരിഹര ഫസ്റ്റ്, ഇദ്ദേഹത്തിന് തന്നെ വേറെ 2 പേരുകളും കൂടെ ഉണ്ട്. ഒന്ന് ഹക്ക, മറ്റൊന്ന് വീര ഹരിഹര. He founded the Vijayanagara Empire and Sangama dynasty in 1343 after the death of Hoysala dynasty's Veeraballala III. Following his accession to power, he built fort at Barkuru on the western coast. കർണാടകയുടെ വെസ്റ്റേൺ കോസ്റ്റിലുള്ള ബർക്കുരു എന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോർട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു എംപയറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. നോർമലി എല്ലാ രാജാക്കന്മാരും എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ കോട്ട കെട്ടി അതിനെ സംരക്ഷിക്കും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോട്ട കെട്ടിയിട്ടുണ്ട്. ആ കോട്ടയുടെ പേരാണ് എന്ത്, ബർക്കുരു ഫോർട്ട്. ഓക്കെ, ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ നായങ്കര സിസ്റ്റം വിച്ച് ഡെസിഗ്നേറ്റഡ് മിലിറ്ററി ഓഫീസേഴ്സ് അറ്റ് നായകാസ്. നായക് മീൻസ് അല്ലെങ്കിൽ നായകാസ് അല്ലെങ്കിൽ നായിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നത്തെ നമ്മുടെ ഗവർണറിന് തുല്യമാണ്. ഓക്കെ, ഗവർണറിന് തുല്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു സൂപ്പർവൈസ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ആൻഡ് ട്രൂപ്പ് മൊബിലൈസേഷൻ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ വിത്ത് ഹിസ് മിനിസ്റ്റർ അനന്തരാസ ചിക്ക ഉദയ ഹി റീഓർഗനൈസ്ഡ് ദ സിവിൽ അഡ്മിനിസ്ട്രേഷൻ. ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻടു സ്ഥലാസ്, നാഡൂസ് ആൻഡ് സീമാസ് വിത്ത് ഓഫീസേഴ്സ് അപ്പോയിന്റഡ് ഫോർ റവന്യൂ കളക്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇനി അടുത്ത പ്രധാനപ്പെട്ട റൂളറാണ് ആര്, ബുക്കരായ ഫസ്റ്റ് അല്ലെങ്കിൽ ബുക്കരായ എന്ന് പറയുന്നത്. 1356 AD to 1377 AD he expanded the empire significantly, conquering the kingdom of Arcot and the Reddys of Kondavidu by 1360 and annexing പെണ്ണുകൊണ്ട. പ്രധാനപ്പെട്ട റീജിയൻസ് ആർക്കോട്ട് അനക്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൊണ്ടാവിഡു അനക്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പേനുകൊണ്ട റീജിയനും അനക്സ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, വിജയനഗര എംപയറിലേക്ക് ചേർക്കുന്നുണ്ട്. ഹി എസ്റ്റാബ്ലിഷ് വിജയനഗര ആസ് ദ എംപയർസ് ന്യൂ ക്യാപിറ്റൽ. വിജയനഗര എന്ന് പറയുന്ന ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു ടൗൺ എംപയറിന്റെ പുതിയ ക്യാപിറ്റലായിട്ട് സ്ഥാപിക്കുന്നത് ആരാണ്, ബുക്കരായനാണ്. ഓക്കെ, റീപ്ലേസിംഗ് അനങ്കുണ്ടി. അതിനു മുമ്പ് ആരായിരുന്നു, അനങ്കുടി ആയിരുന്നു ക്യാപിറ്റലായിട്ട് ഉണ്ടായിരുന്നത്. ബൈ 1371 he defeated the Sultanate of Madurai and extended his territory to Rameshwaram with his son Kumara Kampana supporting these campaigns as recorded in the Sanskrit text Madura Vijayam. ഈ ബുക്കരായന്റെ മധുര സുൽത്താനേറ്റിനെ തോൽപ്പിക്കുന്ന, അതിന്റെ മധുരൈ സക്സസിന്റെ ഒരു ഡീറ്റെയിൽസ് പറയുന്ന ബുക്കാണ് ഇത്, മധുര വിജയം എന്ന് പറഞ്ഞ സാൻസ്ക്രിറ്റ് ബുക്ക്. ബുക്ക് ഓഫ് ഫേസ് മൾട്ടിപ്പിൾ ക്ലാഷസ് വിത്ത് ബാമണി സുൽത്താനേറ്റ് particularly during the reigns of മുഹമ്മദ് ഷാ I and മുജാഹിദ് ഷാ ബാമണി. ലിറ്ററേച്ചറിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഹി അപ്പോയിന്റഡ് ദ തെലുഗു പോയറ്റ് നച്ചന സോമ ആസ് കോർട്ട് പോയറ്റ് ആൻഡ് സപ്പോർട്ടഡ് ഇന്റലക്ച്വൽസ് ലൈക്ക് വിദ്യരണ്യ ആൻഡ് സയാന. അണ്ടർ ഹിസ് റെയിൻ കമന്ററീസ് ഓൺ വേദാസ് വിയർ പ്രൊഡ്യൂസ്ഡ്. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട റൂളറാണ് ആര്, ഹരിഹര സെക്കൻഡ്. 1377 മുതൽ 1406 വരെയാണ് ഹരിഹര സെക്കൻഡിന്റെ റെയിൻ. വിജയനഗര എംപയർ എക്സ്പാൻഡഡ് ടുവേർഡ്സ് ദ ഈസ്റ്റേൺ സീ കോസ്റ്റ്, എൻഗേജ്ഡ് ഇൻ കോൺഫ്ലിക്ട്സ് വിത്ത് റെഡ്ഡീസ് ഓഫ് കൊന്താവിഡു ഫോർ കൺട്രോൾ ഓഫ് ആന്ധ്ര ബിറ്റ്വീൻ നെല്ലോർ ആൻഡ് കലിംഗ, സക്സസ്ഫുള്ളി കോൺക്വേർഡ് ദ Addanki and Srisailam areas. Harihara II എന്താണ്, able to maintain his position in face of the Bahmani Warangal alliance. His notable victory was in capturing Belgaum and Goa in west of the Bahmani Sultanate. In titles നോക്കുകയാണെങ്കിൽ വൈദിക മാർഗ സ്ഥാപനചര്യ ആൻഡ് വേദമാർഗ പ്രവർത്തക, ഇത് രണ്ടും ഇദ്ദേഹത്തിന്റെ ടൈറ്റിൽസ്. ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു റിലീജിയസ് ആൻഡ് ലിറ്റററി സ്കോളർഷിപ്സ്. ഹി സപ്പോർട്ടഡ് കന്നഡ പോയറ്റ് മധുര who was a Jaina. Under his reign an important work on Vedas was completed. ഇനി അടുത്തയാണ് ദേവരായ ഫസ്റ്റ്. ഏറ്റവും പ്രോമിനന്റ് റൂളറാണ് സംഗമ ഡൈനാസ്റ്റിയിൽ. 1406 മുതൽ 1422 വരെ. ഇൻവോൾവ് ഇൻ കോൺസ്റ്റന്റ് കോൺഫ്ലിക്ട് വിത്ത് ദ Velamas of Telangana, Bahmani Sultanate of Gulbarga and Reddys of Kondavidu and traditional rebels of Vijayanagara, the Gajapatis of Kalinga. He defeated Firoz Shah at Pangal in 1420 and by 1422 controlled territory up to the Krishna Tungabhadra dam. He constructed a dam. നമ്മൾ നേരത്തെ ഒരു ഡാമിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ആരാണ് ഡാം കൺസ്ട്രക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ദേവരായ ഫസ്റ്റ് ആണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തത് അക്രോസ് ദ തുംഗഭദ്ര റിവർ ആൻഡ് അനദർ ഓൺ ദ ഹരിദ്ര റിവർ ടു എൻഷുർ വാട്ടർ സപ്ലൈ ഫോർ ഹിസ് കിങ്ഡം. തുംഗഭദ്ര റിവറിൽ മാത്രമല്ല ഹരിദ്ര റിവറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഹി മോഡേണൈസ്ഡ് ദ വിജയനഗര ആർമി ബൈ ഇംപ്രൂവിംഗ് ദ കാവൽറി എംപ്ലോയിങ് തുർക്കിക് ആർച്ചേഴ്സ്. അതായത് മുസ്ലിം ആർച്ചേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ മിലിറ്ററിയിലേക്ക് വെൽക്കം ചെയ്തിരുന്നു, ഇദ്ദേഹത്തിന്റെ മിലിറ്ററിയിലേക്ക് പ്ലേസ് ചെയ്തിരുന്നു. ആൻഡ് പ്രൊക്യൂറിംഗ് ഹോഴ്സസ് ഫ്രം അറേബ്യ ആൻഡ് പെർഷ്യ, മെയിൻറ്റെയിൻഡ് സർക്കുലർ ആറ്റിറ്റ്യൂഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. He had 10,000 Muslims in his army, being first in Vijayanagar king to do so.
അതുപോലെ തന്നെ ഇറ്റാലിയൻ ട്രാവലർ ആയിട്ടുള്ള നിക്കോളോ കോണ്ടി ഇദ്ദേഹത്തിന്റെ കോർട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് 1420. അതുപോലെ തന്നെ റഷ്യൻ മെർച്ചന്റ് ആയിട്ടുള്ള നികിതിൻ, ഈ നികിതിന്റെ വർക്കാണ് ഇത് വോയേജ് ടു ഇന്ത്യ. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ കോർട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മറക്കണ്ട, നിക്കോളോ കോണ്ടി ആൻഡ് നികിതിൻ. ഇനി സംഗമ ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് റൂളർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വ്യക്തിയാണ് ആര്? ദേവരായ സെക്കൻഡ്. 1425 മുതൽ 1446 വരെയാണ് ഇദ്ദേഹത്തിന്റെ റെയിൻ. ഗ്രേറ്റസ്റ്റ് ഓഫ് ദ സംഗമ ഡൈനാസ്റ്റി റൂളേഴ്സ് ആൻഡ് വാസ് ആൻ ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ആൻ അംബീഷ്യസ് വാരിയർ. ഇദ്ദേഹം കന്നഡ ലാംഗ്വേജിലും സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലും എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ അധികം ലിറ്റററി വർക്ക്സ് ഓതർ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 നമുക്ക് നോക്കാം. കന്നഡ ലാംഗ്വേജില് സോബകിന സോനെ ആൻഡ് അമരുക, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജില് മഹാനാടക സുധാനിധി. ഇത്രയുമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അണ്ടർ ഹിസ് റെയിൻ പ്രൊമിനന്റ് കന്നഡ പോയിറ്റ് സച്ചസ് ചാമരാസ ആൻഡ് കുമാരവ്യാസ ഗെയിംഡ് ഹിസ് പാട്രണേജ്. അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് പോയറ്റ് ഗുണ്ടദിംദിമ ആൻഡ് തെലുഗു പോയറ്റ് കവി സർവഭൗമ, എംപറർ എമംഗ് പോയിറ്റ്സ് എന്നാണ് ഈ കവി സർവഭൗമയെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ശ്രീനാഥ ഓതർ ഓഫ് ഹരവിലാസം വിയർ ഓൾസോ പ്രസന്റ് അറ്റ് ഹിസ് കോർട്ട്. ഈ ദേവരായ സെക്കൻഡ് നമ്മൾ ഗ്രേറ്റസ്റ്റ് റൂളർ ആയിട്ട് പറയുന്നത് മിലിറ്ററി എക്സ്പെഡിഷൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ലിറ്ററേച്ചറിന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് കന്നഡ ലാംഗ്വേജിലും അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹി അക്വയർഡ് ദ ടൈറ്റിൽ ഓഫ് ഗജബെദഗര, ഹണ്ടർ ഓഫ് എലഫൻസ്. ഇനി പേർഷ്യൻ ട്രാവലർ ആയിട്ടുള്ള അബ്ദുൾ റസാഖ് ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ എംപയർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വിസിറ്റ് ചെയ്തിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, സെഡ് ഹിസ് എംപയർ സ്ട്രെച്ച്ഡ് ഫ്രം സിലോൺ ടു ഗുൽബർഗ ആൻഡ് ഒഡീഷ ടു മലബാർ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയാണ് ഇത് സലുവ ഡൈനാസ്റ്റി. സലുവ ഡൈനാസ്റ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആരെയാണ്? സലുവ നരസിംഹദേവരായാണ്. ഇദ്ദേഹത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിയൽ ഫൗണ്ടർ ഓഫ് സലുവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, റിയൽ ഫൗണ്ടർ ഓഫ് സലുവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് കല്യാണി റീജിയൻ ആണ്, നോർത്ത് ഈസ്റ്റേൺ കർണാടകയില്. ഇത് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഇവര് കല്യാണി റീജിയൻ ഓഫ് കർണാടക റീജിയൻ ആണെന്ന് പറയുന്നത് ഗോരന്തല ഇൻസ്ക്രിപ്ഷനിലാണ്. ഇനി ശരിക്കും നമ്മൾ ഫൗണ്ടർ, ബേസിക് ഫൗണ്ടർ നോക്കുവാണെങ്കിൽ ആരാണ്? മംഗലദേവയായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ റിയൽ ഫൗണ്ടർ അല്ലെങ്കിൽ എന്താണ്, കൺസോളിഡേറ്റർ ഓഫ് സലുവ ഡൈനാസ്റ്റി എന്ന് നമ്മൾ പറയുന്ന ആരെയാണ്? സലുവ നരസിംഹ ദേവരായാണ്. 1485 മുതൽ 1491 വരെയാണ് റെയിന്. ഫസ്റ്റ് എംപറർ ഓഫ് ദ ഡൈനാസ്റ്റി ഫോക്കസ്ഡ് ഓൺ quelling rebellions ആൻഡ് കൗണ്ടേർഡ് ദ എക്സ്പാൻഷൻ ഓഫ് ദ ഗജപതി എംപയർ. ഫസ്റ്റ് കിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ ആരെ പറയാം? മംഗളദേവിയെ പറയാം, അല്ലെങ്കിൽ ഫൗണ്ടർ മംഗളദേവിയാണെന്ന് പറയാം. പക്ഷേ ഫസ്റ്റ് എംപയർ ഓഫ് ദ ഡൈനാസ്റ്റി കുറെ അധികം സ്ഥലങ്ങളെ കീഴടക്കി ഈ എംപയറിനെ ഒരു വാസ്റ്റ് എക്സ്റ്റെന്റിലേക്ക് എത്തിച്ച് അതിനെ കൺസോളിഡേറ്റ് ചെയ്ത എംപയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ആരെയാണ്? സലുവ നരസിംഹദേവരായയാണ്. അതിനുശേഷം വന്ന റൂളറാണ് ആര്? നരസനായക. പ്രൈം മിനിസ്റ്റർ ഓഫ് സലുവ നരസിംഹയാണ്. ഗവേൺ എഫിഷ്യന്റ്ലി ആൻഡ് 1503. അതിനുശേഷം വീര നരസിംഹയാണ്. സൺ ഓഫ് നരസനായക അസെൻഡഡ് ദ ത്രോൺ, എസ്റ്റാബ്ലിഷ്ഡ് ദ തുളുവ ഡൈനാസ്റ്റി. തുളുവ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്ന ആരാണ്? വീര നരസിംഹയാണ്. ഈ തുളുവ ഡൈനാസ്റ്റിയാണ് നമ്മുടെ കൃഷ്ണദേവരായയുടെ ഡൈനാസ്റ്റി ആയിട്ട് പറയപ്പെടുന്നത്, തുളുവ ഡൈനാസ്റ്റി. ദ തേർഡ് റൂളിംഗ് ഡൈനാസ്റ്റി ഓഫ് വിജയനഗര എംപയർ ആണ്. ട്രേസ്ഡ് ഇറ്റ്സ് റൂൾസ് ടു തുളുവ നരസനായക. His son Narasimha Nayaka entered the Saluva dynasty by orchestrating the assassination of Narasimha Raya II and subsequently assumed the throne as Veera Narasimha Raya, marking the rise of the Tuluva dynasty. The dynasty reached its zenith under the rule of Krishna Deva Raya, the second son of Tuluva Narasanayaka. Notable rulers നമ്മൾ നോക്കുവാണെങ്കിൽ അച്യുത ദേവരായ ആൻഡ് സദാശിവ ദേവരായ. The Tuluva dynasty was renowned for military conquests, including victories over the Gajapatis and several Muslim rulers. Gajapatis actually ഒഡീഷ ആ ഒരു സൈഡിലൊക്കെയുള്ള റൂളേഴ്സ് ആണ് ഗജപതി റൂളേഴ്സ്. ഇനി ഈ തുളുവ ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കിങ് ആരാണ്? കൃഷ്ണദേവരായയാണ്. 1509 to 1529 ആണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ഓഫ് ദ വിജയനഗര റൂളേഴ്സ് ആണ് നമ്മൾ കൃഷ്ണദേവരായ പറയുന്നത്. വാസ് ഓൾസോ നോൺ ആസ് അഭിനവ ഭോജ, അതുപോലെ തന്നെ ആന്ധ്ര പിതാമഹ ആൻഡ് ആന്ധ്ര ഭോജ. ഈ PSCയിലൊക്കെ നോർമലി ചോദിക്കാറുണ്ട്, UPSCക്ക് മേ ബി ചോദിക്കാം. എന്ത് ചോദിക്കാം? അഭിനവ ഭോജ അല്ലെങ്കിൽ ആന്ധ്ര പിതാമഹ അല്ലെങ്കിൽ ആന്ധ്ര ഭോജ എന്നൊക്കെ അറിയപ്പെടുന്ന വിജയനഗര കിങ് ആരാണ് അല്ലെങ്കിൽ റൂളർ ആണ് അല്ലെങ്കിൽ വിജയനഗര എംപറർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കൃഷ്ണദേവരായയാണ്. സിൻസ് ഹി വാസ് ഗ്രേറ്റ് പാട്രൺ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ടൈറ്റിൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഹി വാസ് എ ഗ്രേറ്റ് കമാൻഡർ ആൻഡ് ആൻ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ. ദോ എ വൈഷ്ണവേറ്റ് ഹി റെസ്പെക്ടഡ് ഓൾ റിലീജിയൻസ്. എന്താണ്? ഇദ്ദേഹം ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു റൂളർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ,
8 എമിനന്റ് തെലുഗു സ്കോളേഴ്സ് നോൺ as എന്താണ് അഷ്ടദിഗ്ഗജാസ്. അഷ്ടദിഗ്ഗജാസ് ആരുടെ കൂട്ടിലായിരുന്നു? കൃഷ്ണദേവരായയുടെ കൂട്ടിലായിരുന്നു ഈ അഷ്ടദിഗ്ഗജാസ് ഉണ്ടായിരുന്നത്. 8 പ്രൊമിനന്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് ആയിരുന്നു. ഗ്രേസ്റ്റ് ഹിസ് കോട്ട് ഇൻക്ലൂഡിങ് ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട 2-3 പേരെ പറയാം. അല്ലസാനി പെഡണ്ണ, തെനാലി രാമകൃഷ്ണ ആൻഡ് പിങ്കാളി സൂരണ്ണ. ഓക്കെ, ഇനി ഇത് ഒരു വളരെ മികച്ച ഒരു ഓതറും കൂടിയായിരുന്നു, ഒരു റൈറ്ററും കൂടിയായിരുന്നു കൃഷ്ണദേവരായ. അദ്ദേഹം ഓതർ ചെയ്ത കുറച്ച് ബുക്സ് നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? അമുക്തമാല്യത തെലുഗു ലാംഗ്വേജിൽ, ജാമ്പവതി കല്യാണം ആൻഡ് ഉഷാപരിണയം സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ. ഈ 3 ബുക്സാണ് കൃഷ്ണദേവരായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഹി ബിൽഡ് സം ഫൈൻ സ്റ്റോൺ ടെമ്പിൾസ് സച്ച് എസ് ദ ഫേമസ് എന്താണ് വിട്ടലസ്വാമി ഹസാര രാമസ്വാമി ടെമ്പിൾസ് അറ്റ് വിജയനഗര. ഇതെന്താണ് നമുക്ക് ആക്ച്വലി ഹംപി ഗ്രൂപ്പ് ഓഫ് മോണ്യുമെന്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ലാസ്റ്റത്തെ ഡൈനാസ്റ്റി, പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയാണ് ഇത് അരവിന്ദു ഡൈനാസ്റ്റി. റൂൾഡ് ഫ്രം പേനുകൊണ്ട ആൻഡ് ലേറ്റർ ചന്ദ്രഗിരി നിയർ തിരുപ്പതി ഫോർ എബൌട്ട് അനദർ സെഞ്ചുറി. നമ്മൾ ഈ വിജയനഗര എംപയറിന് ഇതിന് മുമ്പത്തെ എക്സ്റ്റെന്റ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കുറവായിരുന്നു, എന്നാലും എന്താണ് വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റി ആയിരുന്നു അരവിന്ദു ഡൈനാസ്റ്റി. തിരുമലയാണ് ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണ്? ശ്രീരംഗ അതുപോലെ തന്നെ വെങ്കട സെക്കൻഡ് ഇമ്പോർട്ടന്റ് റൂളേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ലാസ്റ്റ് റൂളർ ഓഫ് വിജയനഗര കിങ്ഡം ആരായിരുന്നു? ശ്രീരംഗ തേർഡ് ആണ്. ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. ഫൗണ്ടേഴ്സ് നമ്മൾ പറഞ്ഞു, ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹരിഹര ഫസ്റ്റ് ആൻഡ് ബുക്ക. ഓക്കെ, ഹരിഹര ഫസ്റ്റും ബുക്കയുമാണ് നമ്മൾ ഫൗണ്ടേഴ്സ് ആയിട്ട് പറഞ്ഞത്. ഹരിഹര ഫസ്റ്റ് ആണ് ഫസ്റ്റ് റൂളർ. ലാസ്റ്റ് റൂളർ ആരാണ്? ശ്രീരംഗ തേർഡ്. 1642 മുതൽ 1646 വരെയാണ് ശ്രീരംഗയുടെ റെയിൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി വിജയനഗര എംപയറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ എന്ന് പറയുന്നത്. എംപയർ വാസ് ഡിവൈഡഡ് ഇൻടു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് എന്നാണ് സെവറൽ. ആദ്യം എന്താണ്? രാജ്യം ഉണ്ടായിരുന്നു, അതിനുശേഷം മണ്ഡല, പിന്നെ ചാവടി. ഓക്കെ, ഇത് 3ഉം വീണ്ടും ഡിവിഷൻ കൊടുത്തിരുന്നു. എന്തായിരുന്നു? വെന്തേ മീൻസ് ടെറിട്ടോറിയൽ ഡിവിഷൻസ് ഹയർ ദാൻ നാട്. അതിനുശേഷം അതിന്റെ താഴെയാണ് നാടു വരുന്നത്. ഈ ടെറിട്ടോറിയൽ ഡിവിഷൻ ഹയർ ദാൻ വില്ലേജ്. അതിനുശേഷം സീമ വരും. പോർഷൻ ഓഫ് ലാൻഡ് കംപ്രൈസിംഗ് സെവറൽ ഫീൽഡ്സ് ഓഫ് വില്ലേജ്. സ്ഥലയാണ് ടെറിട്ടോറിയൽ ഡിവിഷൻ ഹയർ ദാൻ എ പട്രു വിച്ച് വാസ് എഗെയിൻ ഹയർ ദാൻ എ നാട്. ഇങ്ങനെയൊക്കെയാണ് വിജയനഗര എംപയറിൽ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന്റെ മറ്റു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഗവർണേഴ്സ് അല്ലെങ്കിൽ ഗവർണേഴ്സിന് നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? നായകാസ് അല്ലെങ്കിൽ നമുക്ക് നായിക്സ് എന്നും പറയാൻ പറ്റും. ഗവർണേഴ്സിന് പറഞ്ഞിരുന്നതാണ് നായകാസ് അല്ലെങ്കിൽ നായിക്സ്. ഗവർണേഴ്സ് ഓഫ് ദ പ്രൊവിൻസസ് വിയർ റോയൽ പ്രിൻസസ് ആയിരുന്നു ആദ്യം. അതിനുശേഷം പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് ഹാഡ് എ ലാർജ് മെഷർ ഓഫ് ഓട്ടോണമി as they held their courts, appointed their officers and maintained their armies. At times they even issued coins. വിജയനഗര എംപയറിലെ ഗോൾഡ് കോയിൻസിൽ നമ്മൾ പറയുന്ന പേരായിരുന്നു എന്ത്? വരാഹ കോയിൻസ്. മറക്കരുത്, വരാഹ കോയിൻസ് വിജയനഗര എംപയറിലെ ഗോൾഡ് കോയിൻസ് ആയിരുന്നു. ഗവർണർ ഓഫ് ദ മണ്ഡലം വാസ് കോൾഡ് മണ്ഡലേശ്വര ഓർ നായക്. വിജയനഗർ റൂളേഴ്സ് ഗേവ് ഫുൾ പവേഴ്സ് ടു ദ ലോക്കൽ അതോറിറ്റീസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നോക്കുവാണെങ്കിൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ സെൻട്രലൈസ്ഡ് അല്ലായിരുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നു പവേഴ്സ്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എന്തായിരുന്നു? വളരെ സുതാര്യമായിട്ട് വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി ഈ ഒരു വിജയനഗര എംപയറിലെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം ആയിരുന്നു അമരനായക സിസ്റ്റം. ഈ അമരനായക സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഗ്രേഡ് ഓഫീസേഴ്സ് ഓഫ് ദ ആർമി വിയർ നോൺ as നായക്സ്. അതുപോലെ തന്നെ എന്താണ്? പളേഗർസ് ഓർ പോളിഗാർസ്. They were military commanders who were given territories to govern by the Raya. Raya means ആരാണ്? കിങ് ആണ്. കിങ്ങിനെയാണ് നമ്മൾ രായ എന്ന് പറയുന്നത്. They collected taxes and other dues from peasants, craft persons and traders in the area. These officers were granted land called Amaram. അമരം എന്നാണ് ഇവർക്ക് കൊടുത്തിരുന്ന ആ ഒരു പ്രൊവിൻസസിനെ പറയുന്നത്. മറക്കാതെ ഓർത്തിരിക്കുക, വിജയനഗര എംപയറിൽ പ്രൊവിൻസസിനെ പറഞ്ഞിരുന്ന പേരാണ്, പ്രൊവിൻസസിനെ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊവിൻസസിനെ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് എന്ത്? അമരംസ്. ഈ അമരംസിനെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് അമരനായകാസ് അല്ലെങ്കിൽ ഗവർണേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻ പ്ലേസ് ഓഫ് ദെയർ സർവീസസ് വിത്ത് സോൾജേഴ്സ് വി ആർ യൂഷ്വലി പെയ്ഡ് ഇൻ ക്യാഷ്. ഇനി ഈ അമരനായകാസിന് ലാൻഡ് കൊടുക്കും, അവരുടെ സോൾജേഴ്സിനെ ക്യാഷിലായിരിക്കും പേ ചെയ്യുന്നത്. ലാൻഡ് റവന്യൂ എന്തായിരുന്നു? 1/6 ഓഫ് ദ പ്രൊഡ്യൂസ് ആയിരുന്നു വിജയനഗര എംപയറിലെ നോർമൽ ലാൻഡ് റവന്യൂ എന്ന് പറയുന്നത്. ഇനി വിജയനഗര എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ ചോള ഡൈനാസ്റ്റിയിലെ പോർട്സ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ വിജയനഗര എംപയറിലെ പോർട്സും കൂടെ നമുക്ക് നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനപ്പെട്ട പോർട്സ് ഏതൊക്കെയായിരുന്നു? ഗോവ, ചൗൾ, ദബോൾ, ഹൊന്നാവർ, ഭട്കൽ, ബക്കനൂർ ആൻഡ്
മാംഗ്ലൂർ. ഇത്രയുമാണ് വിജയനഗര എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി വിജയനഗര എംപയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഐ ക്യാച്ചസ് അല്ലെങ്കിൽ പ്രിലിംസ് ബൈറ്റ്സ് പോലെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. കുറച്ച് കൺസെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു വെച്ചാൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. 4 കാസ്റ്റസ് ആയി ഡിവൈഡ് ചെയ്തിരുന്നു. ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. അതായിരുന്നു ആ ഒരു കാസ്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഇറ്റാലിയൻ ട്രാവലർ ആയിട്ടുള്ള നിക്കോളോ കോണ്ടി റെഫേഴ്സ് ടു ദ പ്രിവാലൻസ് ഓഫ് സ്ലേവറി. സ്ലേവറി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്ലേവറി ഉണ്ടായിരുന്നു. വിജയനഗര എംപയർ നമ്മൾ പറഞ്ഞിരുന്നത് ദേവരായൊക്കെ എന്താണ്, സെക്യുലർ ആയിരുന്നു. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് സ്ലേവറി ഇല്ലായിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ലേവറി ഉണ്ടായിരുന്നു വിജയനഗര സൊസൈറ്റിയിൽ. അതുപോലെ തന്നെ ഡാൻസിങ്, മ്യൂസിക്, റെസ്ലിംഗ്, ഗാംബ്ലിംഗ്, അതുപോലെ തന്നെ കോക്ക് ഫൈറ്റിംഗ്, നമ്മൾ കോഴിച്ചണ്ട എന്നൊക്കെ പറയത്തില്ല, അത് വി ആർ സം ഓഫ് ദ കോമൺ ഫോംസ് ഓഫ് എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വിമൻ സൊസൈറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, അത് ഒന്നുകൂടെ പറഞ്ഞു പോയേക്കാം. വുമൻ ഇൻ വിജയനഗര സൊസൈറ്റി വെയർ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ, ട്രേഡ്, ഫൈൻ ആർട്സ്, അതുപോലെ തന്നെ എന്താണ് ഡാൻസിങ്, മ്യൂസിക്, റെസ്ലിംഗ്, ഗാംബ്ലിംഗ്, എല്ലാത്തിലും ആരുണ്ടായിരുന്ന വുമൻസിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, 1-2 എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഗംഗാദേവി, ദ വൈഫ് ഓഫ് കുമാര കമ്പാന, ഹു ഓതേർഡ് ദ ഫേമസ് വർക്ക് മധുര വിജയം. അതുപോലെ തന്നെ അന്നമ്മ ആൻഡ് തിരുമാളമ്മ വിയർ 2 other ഫേമസ് പോയറ്റ്സ്. ഇവരൊക്കെ ആ ഒരു സമയത്ത് പ്രധാനപ്പെട്ട പോയറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി സതി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിജയനഗര എംപയറിന്റെ ആ സൊസൈറ്റിയിൽ സതി പ്രിവെയിൽ ചെയ്തിരുന്നു. വാസ് പ്രാക്ടീസ്ഡ് ഇൻ certain sections of the വിജയനഗര എംപയർ. ദ പ്രാക്ടീസ് ഓഫ് ദേവദാസി സിസ്റ്റം. ദേവദാസി സിസ്റ്റം ആ ഒരു സമയത്ത് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. ദ അറ്റാച്ച്മെന്റ് ഓഫ് ഡാൻസിംഗ് ഗേൾസ് ടു ദ ടെമ്പിൾസ് വാസ് ഇൻ പ്ലേസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഐ ക്യാച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രിലിംസ് ബൈറ്റ്സ് ആയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ആയിട്ട് നമുക്ക് നോക്കി പോകാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി ചോള എംപയറുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിജയനഗര എംപയറുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് നോക്കാനുള്ളത്. ചോള എംപയറും വിജയനഗര എംപയറും മറന്നുപോയത് UPSCയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് എംപയേഴ്സ് ആണ്. ഈ 2 എംപയേഴ്സ് എല്ലാ വർഷങ്ങളിലും ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ 10 ചോദ്യങ്ങളോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 2 ഡൈനാസ്റ്റിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ഡൽഹി സുൽത്താനേറ്റും അതുപോലെ തന്നെ മുഗൾസും ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ തീം ബേസ്ഡ് അനാലിസിസിന്റെ മറ്റൊരു സെഷനുമായി പിന്നീട് കാണാം. ഗുഡ് ബൈ.